ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക്. ടയർ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. 3 ടയർ. Jim, do you have that letter with you? Do you have that? Okay. ആദ്യത്തെ ഈ ടയർ ഈ ബിൽഡിങ്ങിന്റെ 100 മീറ്ററിന്റെ പരിധിയിൽ ലോക്കൽ പോലീസ് ആയിരിക്കും ആദ്യത്തെ റൗണ്ടിൽ. ഇൻ ദ ഫസ്റ്റ് ടയർ. സെക്കൻഡില് കേരള ആംഡ് പോലീസ് ഫോഴ്സിന്റെ ആൾക്കാരായിരിക്കും. വിതിൻ ദ ബിൽഡ് ഇൻസൈഡ് ദി ക്യാമ്പസ്. And on the gate, it will be managed by the CAPF. We have already got 16 companies with us which are guarding our strong rooms. വേണമെങ്കിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ കിട്ടിയാൽ അത് കൂടുതൽ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരിക്കും. This is 3 tier security arrangement which is made at the respective counting centers. The first round of training of all the returning officers and CEO, both the additional CEO, was conducted in Chennai by the Election Commission. On 15th we went there. 15-ാം തീയതി ഞങ്ങൾ എല്ലാവരും ചെന്നൈയിലെ പോയി. അതിലെ തമിഴ്നാട്, കേരള, ലക്ഷദ്വീപ്, ഗുജറാത്ത് 4 സംസ്ഥാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വിശദമായിട്ടുള്ള ഈ കൗണ്ടിങ്ങിൻ്റെ പ്രക്രിയ എന്താണ് അതിനെക്കുറിച്ച് ട്രെയിനിങ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരുമായി AROമാരുമായി വിശദമായിട്ടുള്ള ഒരു വീഡിയോ കോൺഫറൻസ് നടത്തി അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രക്രിയ പൂർത്തി കഴിക്കേണ്ടത്, ഏതാണ് പ്രൊസീജിയർ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ എല്ലാ കാര്യങ്ങളും ഇന്നലെ ഞങ്ങൾ വീഡിയോ കോൺഫറൻസിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. EVM കൗണ്ട് ചെയ്യുമ്പോൾ ഏകദേശം 4 മണിക്കൂർ സമയം ഇതിലെ ശരാശരി അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. EVM അതിനുശേഷം ഈ പ്രാവശ്യത്തെ ഈ കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ ഓരോ ശരാശരി 14 റൗണ്ട്സാണ്. അപ്പോൾ 14 റൗണ്ട്സ് ആണെങ്കിൽ ഈ അതേസമയം നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ കൗണ്ടിങ്ങിൽ ഫസ്റ്റ് ഹോളിൽ മാത്രമേ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഇത് 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് ആരംഭിക്കും. 8:30 മണിക്ക് നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഈ EVMൻ്റെ കൗണ്ട് ആരംഭിക്കും. ദാറ്റ് മീൻസ് ഇൻ ദ ഫസ്റ്റ് ഹോൾ വേർ ദ RO വിൽ ബി ഷീറ്റിംഗ് അവിടെ മാത്രമേ 8:30 മണിക്ക് ആരംഭിക്കും. ബാക്കിയുള്ള ഹോൾസിൽ കൃത്യമായിട്ട് 8 മണിക്ക് ആരംഭിക്കും. അതുപോലെ അവസാനത്തെ റൗണ്ടിൽ അവസാനത്തെ റൗണ്ട് until you complete the counting of postal ballots you will stop counting the EVMs. 2 rounds, last 2 rounds in the main hall. Baki hall they will complete. This is also one of the new, because until you complete the counting of ETPBS and the postal ballots you will stop the counting at the main hall, 2 last rounds. But in other halls it will continue. This is not applicable in other halls. This is main hall where the RO will be counting. RO and AROs will be counting the postal ballot. Okay. പിന്നെ ഈ റിസൾട്ട് ഷെയർ ചെയ്യാനുള്ള നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, എങ്ങനെയാണ് ഇത്? ഞങ്ങൾ 2 സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. NICൻ്റെ ഒരു ട്രെൻഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ സുവിധ എന്നുള്ള ഒരു പോർട്ടലുണ്ട്. അപ്പോൾ സുവിധയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് അവൈലബിൾ ടു യു ഓൾസോ. യു ക്യാൻ ഓപ്പൺ ദാറ്റ് സൈറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദി round wise details. Second is trend which is connected with NIC, so that all of you will be given facility to access that also, and the additional CEO Jeevan Babu will be coordinating that, so you can get in touch with him. Okay.
Then apart from that, another application which is I think introduced by the NIC, that will also be available to you to share the information with the media. Okay. വേറെ എന്തെങ്കിലും ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. വി വി പാറ്റ് യെസ് അതും പറയാം. അതൊരു പ്രേസ് ഇതിൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല മുഴുവൻ. ബിക്കോസ് ദേ വിൽ ഗെറ്റ് ബോർഡ് യു നോ റാദർ ഇറ്റ് ഇസ് എവറിത്തിങ് ഇസ് ദേർ. വെൽ, ഈ പ്രാവശ്യം 5 വി വി പാറ്റ് കൗണ്ട് ചെയ്യാവുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, നിങ്ങളെല്ലാവർക്കും അറിയാം. വളരെ ഒരു വിവാദപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സുപ്രീം കോടതിയിൽ പല പാർട്ടികൾ പറഞ്ഞത് 50% കൗണ്ട് ചെയ്യണം, ചിലതൊക്കെ പറഞ്ഞത് 30% കൗണ്ട് ചെയ്യണം. പക്ഷേ അതിലൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അവസാനം സുപ്രീം കോടതി പറഞ്ഞു 5 എണ്ണം നിങ്ങൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ നൗ 5 എണ്ണം കൗണ്ട് ചെയ്യേണ്ടി വരും ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി EVMs at the end. There are 4 steps I have mentioned in my this how to count. So this will be counted after the EVM counting is over, and it will not be 5 VVPATs will not be counted together, one after another only. ഒരു VVPAT കൗണ്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ VVPATലേക്ക് പോകും. അതുകൊണ്ട് ദിസ് വിൽ ടേക്ക് ടൈം. It will be taken by lot. It will be taken by lot. There is a square, white paper in which the numbers will be written, and it will be put in a box, and then the returning officer will pick up. It will be shown to all the agents, the numbers of all the VVPATs. VVPAT in a number adile vechite that will be put in the box, and the lot will be taken by the RO randomly. Whichever 5 VVPAT machines are coming in the lot, that will be taken for counting. That is the procedure. വേറെ ഒരു കാര്യമുള്ളത്, ചിലപ്പോൾ ഈ CUവിൻ്റെ റിസൾട്ടും VVPATൻ്റെ സ്ലിപ്പ് കൗണ്ട് തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വരാറുണ്ട് പല സ്ഥലങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ the VVPAT figure will be taken as final. This will be taken as final. However, before deciding the final figure, it will be counted 2-3 times, because these are very small, very, very thin papers. So maybe in the count there may be difference of 2-3 sometimes. In the second round there may be difference of 4. So 2-3 times this has to be tallied with the first, or 2 figures have to tally in the count, 3-4 times. Counted manually? Yes, it has to be counted manually. Therefore, we have asked the DOs and ROs that those who are expert in counting the currency notes, I mean, bank people, they should be drafted for this job so that they can finish it early. Otherwise, it will go up to 9-10 o'clock in the night. So how much time do you expect? I mean, how much additional time it will take? On an average, 5 to 6 hours. No, 4 plus 5 to 6. After And results will be declared after that only. So normally we used to get by 12:31. You will not get that luxury this time. So when You will not have this privilege this time. You have to have lot of patience. We have provided good food at all the counting centers. So we have told the returning officer that nalle avade bhakshanam, nalle kattan chaya, nalle coffee, ella nalle biscuits, ellam vekanam. All the facilities for the candidate. Only we will be starting to get the results after 6. Maybe by the night you will get the final result. So that is why I am telling you in advance. I don't want to keep you in dark. 9 to 10 hours. It may take 9 to 10 hours. Because that is why election But commission. sir, the EVMs will be counted, no? So we will be having the figures of EVM. Well, you will have idea by EVM count. Yeah. These are 60,000-70,000, postal ballots. So by the time you will have idea, and some of you will declare some of the candidates, you will declare some of them victorious, without waiting for. But wherever the margin is low,
these postal ballots will matter. If the victory margin is very low, it will matter. The official declaration will take 9 to 10 hours. Yes, it will take 9 to 10 hours. Okay. ഈ വിവിപാറ്റിലെ ഒരു തർക്കം വരിക മൈനറായിട്ട് എണ്ണുമ്പോൾ വീണ്ടും ഒരു തർക്കം വരിക തർക്കം വന്നാൽ It will be counted. Yeah. എണ്ണുന്നത് Yes, it will be counted. It will be counted in the presence of the candidate and agent. They will be sitting on the tables. Okay. Where now, as I requested you that നിങ്ങൾക്ക് അവിടെ അകത്ത് പോയിട്ട് please don't go to the table. You are not allowed to go near the table. There is a distance. From there only you can take the pictures. അതാണ് ഇപ്പോൾ ഒരു എൻക്ലോജർ അവിടെ ഉണ്ടാവും. അതുവരെ ആ ഒരു ലക്ഷ്മണ രേഖയാണ് നിങ്ങൾക്ക് വേണ്ടി. ആ ലക്ഷ്മണ രേഖ വരെ മാത്രമേ പോകാവുള്ളൂ. ഓക്കെ. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് ദ counting staff there. Because Election Commission has strictly said that they should be given the entry but up to this line only, not beyond that. Okay. ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പരാതി എന്താണ് ലഭിച്ചത്? വെൽ, അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസുണ്ട് അല്ലേ? ഈ തപാൽ വോട്ടിന്റെ കാര്യമില്ലേ പറഞ്ഞു? അതായത് പോസ്റ്റ് ഓഫീസിൽ നിന്നും പോസ്റ്റ് അവര് ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിക്കാതെ തിരിച്ചയച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഞങ്ങൾക്ക് ഇപ്പോൾ പരാതി കുറച്ച് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPക്ക് അത് ഇൻക്വയറിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ. യെസ്, നാളത്തെ സെക്യൂരിറ്റിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട DGP നിങ്ങളോട് പറയും. ഞങ്ങൾ രാവിലെ വളരെ വിശദമായിട്ട് ഇത് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റിൻ്റെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തതിനനുസരിച്ച് വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് അവിടെ ഈ 7 ബൂത്തുകളിൽ അവിടെ കാണും നാളത്തെ. അപ്പോൾ ഓരോരോ പോളിംഗ് ബൂത്തിലെ DYSP ലെവൽ ഓഫീസർ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ ബാക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂടി അവിടെ ഉണ്ടായിരിക്കും. DGPക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കള്ളവോട്ട് ചെയ്തു എന്ന് തെളിഞ്ഞിട്ട് പോലീസ് കേസ് എടുത്ത ആൾക്കാർക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ കഴിയുമോ? Well, unless and until you are convicted, even the prisoners are given the സംസ്ഥാനത്ത് ഇനി നടക്കാൻ പോകുന്ന റീപോളിംഗിനെ സംബന്ധിച്ചും അടുത്ത ദിവസം 23-ാം തീയതിയിലെ വോട്ടെണ്ണലിനെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പങ്കുവച്ചത്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, ഒപ്പം 3 നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, കൂടുതൽ കേന്ദ്രസേന ഉൾപ്പെടെ ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അതുപോലെ വോട്ടെണ്ണലിന് സുരക്ഷാ ക്രമീകരണങ്ങൾ, വോട്ടെണ്ണലിനുള്ള സജ്ജീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച പരിശീലനം നൽകിക്കഴിഞ്ഞു. ഇത്തവണ എന്തായാലും വോട്ടെണ്ണൽ വൈകുമെന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. കാരണം VVPAT ഉൾപ്പെടെയുള്ളവ എണ്ണേണ്ട സാഹചര്യമുള്ളതിനാൽ കൃത്യമായും സമയം വൈകും. ഏതാണ്ട് 10 മണിക്കൂർ വരെ വൈകാൻ, തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 10 മണിക്കൂറെങ്കിലും, പൂർണ്ണമായ ഫലം വരാൻ 10 മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. എറണാകുളം ഏലൂർ ESI ആശുപത്രി അധികൃതർക്കെതിരെ